ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ. ഗതിവിധി ഏക് സൂചന പഠേം ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേം. എന്താണ്? ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കിയാലോ. രാമു കാ ഘർ സുസ്വ നദി കെ പാസ്. രാമുവിൻ്റെ വീട് എവിടെയായിരുന്നു കൂട്ടുകാരെ? സുസ്വ നദിയുടെ അടുത്തായിരുന്നു. സുസ്വ നദിയുടെ അടുത്തായിരുന്നു. ഉസ്നെ രാസ്തേ മേം ഏക് ബില്ലി ദേഖി. ഉസ്നെ രാസ്തേ മേം വഴിയിൽ, രാസ്ത എന്ന് പറഞ്ഞ റോഡല്ലേ, വഴിയിൽ എന്ത് കണ്ടു? ഏക് ബില്ലി ദേഖി, ഒരു പൂച്ചയെ കണ്ടു. രാമു കോ ദേഖർ ബില്ലി ഉസ്കെ പാസ് ആയി. എന്ത് ചെയ്യാണ്? രാമുവിനെ കണ്ടപ്പോൾ പൂച്ചക്കുട്ടി എന്ത് ചെയ്യാണ്? അവൻ്റെ അടുത്തേക്ക് വന്നു അല്ലേ. ഉസ്കെ പാസ് ആയി. വഹ് ബില്ലി കോ ലേക്കർ ഘർ ആയ. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? പൂച്ചക്കുട്ടിയെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. വേ ദോനോ ദോസ്ത് ബൻ ഗയെ. അവർ രണ്ടുപേരും എന്തായി? കൂട്ടുകാരായില്ലേ. രാമുനെ ഉസ്ക നാം മിന്നു രഖ. രാമു അതിൻ്റെ പേര് മിന്നു എന്നാണല്ലേ ഇട്ടത്. ഏക് ദിൻ മിന്നു ബഗീചേ മേം അന്യ ബില്ലിയോം കെ സാത്ത് ഖേൽ രഹി थी. ഒരു ദിവസം മിന്നു എന്ത് ചെയ്യാണ്? ബഗീച എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം അല്ലേ. പൂന്തോട്ടത്തിൽ മറ്റ് പൂച്ചക്കുട്ടികളുമായിട്ട് കളിക്കുകയായിരുന്നു. ഉസേ വഹം ഏക് ചൂഹ മില. അവിടേക്ക് ആര് വരികയാണ്? ഒരു ചൂഹ അല്ലേ. ചൂഹ എന്ന് പറഞ്ഞാൽ എന്താണ്? എലി അല്ലേ. അവിടെ വെച്ച് അതിനൊരു എലിയെ കിട്ടി. മിന്നു സെ പക്കടുക്കർ ഗർമീം ഗൂസ് ആയി. മിന്നു അതിനെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? വീട്ടിലേക്ക് കയറി അല്ലേ. രാമു കി മാം കോ ഗുസ്സ ആയ ഓർ ഉസേ ബഗാദിയ. എന്ത് ചെയ്യാണ്? രാമുവിൻ്റെ അമ്മയ്ക്ക് എന്ത് ചെയ്ത് കണ്ടു നോക്കുമ്പോൾ ദേഷ്യം വന്നു അല്ലേ. രാമുവിൻ്റെ അമ്മയ്ക്ക് രാമു കി മാം കി ഗുസ്സ ആയ, ദേഷ്യം വന്നു. ഓർ ഉസേ ബഗാദിയ, അതിനെ ഓടിച്ചു വിട്ടു അല്ലേ. അതിനെ ഓടിക്കുകയും ചെയ്തു. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിയാലോ. രാമു കാ ഘർ കഹാന്ത. രാമുവിൻ്റെ വീട് എവിടെയായിരുന്നു? ഗംഗാ നദി കെ പാസ്. ഗംഗാ നദിയുടെ അടുത്ത്. സുസവ നദി കെ പാസ്. സുസവ നദിയുടെ അടുത്ത്. യമുന നദി കെ പാസ്. യമുന നദിയുടെ അടുത്ത്. എവിടെയായിരുന്നു കൂട്ടുകാരെ? സുസവ നദി കെ പാസ് ആണല്ലേ. ആൻസർ സുസവ നദി കെ പാസ്. ദെൻ രാമു കോ രാസ്തേ മേം കോൻ മിൽ ഗയി. രാമുവിന് വഴിയിൽ വെച്ച് ആരെയാണ് കിട്ടിയത്? ദോസ്ത്, സുഹൃത്ത്, ലടുക്കി, പെൺകുട്ടി, മോർണി. ദെൻ ബില്ലി. ആരെയാ കിട്ടിയിട്ടുള്ളത്? ബില്ലിയെയാണല്ലേ, പൂച്ചയല്ലേ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ആൻസർ എന്താണ്? ബില്ലി. ദെൻ രാമുനെ ബില്ലി കാ നാം ക്യാ രഖ. ബില്ലിനെ, പൂച്ചയ്ക്ക് എന്ത് പേരാണ് രാമു ഇട്ടത്? മോട്ടു, ചിന്നു, മിന്നു, ഗോലു. ഏതായിരുന്നു? മിന്നു എന്നാണല്ലേ. ഓക്കെ, ദെൻ ബഗീചേമേ കോൺ മില. ബഗീചേമേ കോൺ മില. ബഗീചയിൽ നിന്ന് എന്താണ് കിട്ടിയത് അല്ലേ. എന്തിനെയാണ് അവർക്ക് കിട്ടിയത്? തോട്ടത്തിൽ വെച്ചിട്ട്, അതായത് ബഗീചേമേം കോൺമില. ആരെയാണ് കണ്ടുമുട്ടിയതല്ലേ. ആരെയായിരുന്നു? ലോട്ട, നേവല, മടുക്ക, ചൂഹ. ആരെയാ? ചൂഹേനല്ലേ. ഓക്കെ, ദെൻ രാമുക്ക് മാംകോ ക്യാം ഗുസ്സ ആയ. രാമുവിൻ്റെ അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് ദേഷ്യം വന്നത്? ബില്ലിനെ ദൂത് പിയ. ബില്ലി പാല് കുടിച്ചു. ദെൻ ബില്ലി ചൂഹ പകടുക്കർ ആയി. ബില്ലി ചൂഹയും എടുത്തുകൊണ്ട് വന്നു. ബില്ലിനെ മച്ചലി ഗായി. ബില്ലി പൂച്ച മീൻ തിന്നു. ബില്ലിനെ ഫർഷ് ഗന്ധാക്കിയ. അപ്പം ഇതിൽ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷനാണ്. എന്താണ്? ബില്ലി ചൂഹ പകടുക്കർ ആയി എന്നുള്ളതാണല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഗതിവിധി ദോ നോക്കിയാലോ. കവിത പഠിക്കർ നീജെ ദിയേ ഗയേ പ്രശ്നോ കെ ഉത്തർ ലിഖേ. കവിത വായിച്ച് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. പാനി സേ ഹി ഫസലേം ഉഗ്തി. പാനി സേ ഹി ഫസലേം ഉഗ്തി. വെള്ളം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വിളകൾ വളരുന്നത്. ഹർ വൻ ഉപവൻ ഫൽത്ത. എല്ലാ വനങ്ങളും എന്ത് ചെയ്യുന്നു? ഉപവൻ ഫൽത്ത, ഉദ്യാനങ്ങളും തഴച്ചു വളരുന്നു. പാനി സേഹി ഇസ് വസുധ പർ. പാനി, വെള്ളം കൊണ്ടാണ് ഈ ഭൂമിയിൽ സബ്ക ജീവൻ ചൽത്ത, എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നതെന്നാണല്ലേ പറയുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാനി സേ ക്യാ ഉഗ്തി ഹേ. വെള്ളം കൊണ്ട് എന്താണ് വളരുന്നത്? ഫസ്റ്റ് വരിയിൽ പറയുന്നുണ്ട് അല്ലേ. പാനി സേ ഹി ഫസലേ മുക്തി. അപ്പം എന്താ വളരുന്നത്? വിളകളാണല്ലേ. ഫസലേ.
आंसर കിട്ടിയല്ലോ. देन पानी से ही जीवन है इस आशय पर एक പോസ്റ്റർ തയ്യാർ കരേ. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കാനാണല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബോക്സ് വരയ്ക്കുക. അതിനുശേഷം നടുവിലായിട്ട് എന്ത് എഴുതുക, പാനി ഹി ജീവൻ ഹേ എന്നൊക്കെ എഴുതി മനോഹരമായിട്ട് എന്ത് ചെയ്യുക, വെള്ളത്തുള്ളിയുടെയോ അല്ലെങ്കിൽ ഭൂമിയുടെയൊക്കെ ചിത്രം വരച്ച് മനോഹരമായിട്ടുള്ളൊരു പോസ്റ്റർ തയ്യാറാക്കുക. ഇവിടെ നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പാനി സേ ഹി ജീവൻ ഹേ നടുവിലേക്ക് എഴുതിയെടുക്കാം. ओके देन गतिविधि 3 നോക്കാം. दो संतरे कहानी का आधार पर वार्तालाप की पूर्ति करें. സന്തര एक संतरा दो संतरा एक संतरा दो. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണല്ലേ. അപ്പം ഇനി ബോക്സിൽ നൽകിയിട്ടുണ്ട് ഹാം ഹാം ബച്ച് ഗയേ ദർദ് ഹുവാ ക്യാ ബാലു കെ ഹാത്തോം സെ ഹം ബച്ച് ഗയേ ഹാം മുझे जोर से पकड़ा. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയായ രീതിയിൽ ഇവിടെ എഴുതണം. സന്തര ഏക്ക എന്താവും പറഞ്ഞിട്ടുണ്ടാവുക, ഹാം ഹാം ബച്ച് ഗയേ. ഹാം നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയും അല്ലേ, ഹാം ഹാം ബച്ച് ഗയേ. അപ്പോൾ സന്തര എന്താ ചോദിക്കുക, ഓറഞ്ച് ഒന്നാമത് എന്താവും പറഞ്ഞിട്ടുണ്ടാവുക, സോറി ഹാം ഹാം ബച്ച് ഗയേ എന്ന് പറഞ്ഞാൽ എന്താണ്, നാം രക്ഷപ്പെട്ടു എന്ന് പറയുകയാണല്ലേ. ഫസ്റ്റ് എന്താവും പറയാം, സന്തര ഏക്ക് പറയാണ് ബാലുക്ക് ഹാത്തോം സെ ഹം ബച്ച് ഗയേ. നമ്മൾ ബാലുവിൻ്റെ കയ്യിൽ നിന്ന് കരടിയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുമല്ലേ. അപ്പോൾ എന്താവും സന്തര ദോ പറഞ്ഞിട്ടുണ്ടാവും, അതെ രക്ഷപ്പെട്ടു എന്ന് പറയില്ലേ, ഹാം ഹാം ബച്ച് ഗയേ. ദെൻ സന്തര ഏക്ക് എന്താവും പറയുക, ഇത് ചോദിക്കുന്നുണ്ടല്ലേ, ദർദ് ഹുവാക്യ നിനക്ക് വേദനിച്ചോ എന്നാണ്. ദർദ് ഹുവാക്യ നിനക്ക് വേദനിച്ചോ. അപ്പം സന്തര ദോ പറയും ഹാ മുझे സോസെ പക്കട, അതെ എന്നെ ശക്തിയായിട്ട് പിടിച്ചിരുന്നു എന്ന് പറയും അല്ലേ. അപ്പം ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടില്ലേ, യെസ് ബാലു കെ ഹാത്തോംസ് ഹം ബച്ച് ഗയേ എന്ന സെൻറ്റൻസ് ഇവിടെ ഓരോന്നോരോന്നായിട്ട് ഇതിന് ശരിയായ രീതിയിൽ എഴുതിയെടുക്കുക. ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിത്തനെ സന്തരേഹെ ഗിനിക്കർ ലിഖേ. എണ്ണി നോക്കി എഴുതാനാണല്ലേ. എത്രണ്ണാണ്, 1 2 3 4 5 5 എന്നിവിടെ എഴുതി കൊടുക്കുക. ഓക്കെ ദെൻ ചിത്രോക്കെ പഖ്ജാനേയും ഉചിത് ശബ്ദ ചുരുക്കല്ലികയും. ഉചിതമായ ശബ്ദം എഴുതാനാണല്ലേ. ഫസ്റ്റ് ആരാണ്, മച്ചറാണല്ലേ. ദെൻ സെക്കൻഡ് ഏതാണ്, ജൽമുർഗിയാണ്. ദെൻ തേർഡ് പേടാണ്. ദെൻ നാലാമത്തെ ആരാണ്, ബിലൗട്ടയാണല്ലേ. ദെൻ ഇതാരാണ് കൂട്ടുകാരെ, ബാലുവാണല്ലേ. ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഴുതാം മച്ചർ, ദെൻ ജൽമുർഗി, പേട്, ബിലൗട്ട, ബാലു. ഓക്കെ അപ്പം മനസ്സിലാക്കിയല്ലോ ഏതൊക്കെയാണെന്ന്, കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഓക്കെ ഇനി ഗതിവിധി 5 നോക്കാം. ചിത്രക്കെ ആധാർ പർ കഹാനിക്കോ ക്രമബദ്ധ കരെ. ചിത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കഹാനി ക്രമപ്പെടുത്തി എഴുതണം അല്ലേ. ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ബാലു സന്തരേക്കോ ഫേങ്ക് ദേത്താ ഹെ. ബാലു സന്തരേക്കോ ഫേങ്ക് ദേത്താ ഹെ. എന്ത് ചെയ്യുന്നു, ബാലു സന്തര എന്ന് പറഞ്ഞാൽ ഓറഞ്ചുകളല്ലേ, ഓറഞ്ചുകൾ വലിച്ചെറിയുന്നു എന്നാണല്ലേ ഫസ്റ്റ് സെൻറ്റൻസ്. ദെൻ ദോനോം സന്തരെ ഗോപ് ഹംസേഹെ. 2 ഓറഞ്ചും കൂടി എന്ത് ചെയ്യുന്നു, ദോനോം സന്തരെ ഗോപ് ഹംസേഹെ. 2 നന്നായിട്ട് ചിരിക്കുകയാണല്ലേ. ദെൻ ബാലു ആത്താ ഹെ. കരടി വരുന്നു. ബാലുക്ക് ആങ്കോംസെ സന്തരേക്ക രസ് ചലാ ജാത്താ ഹെ. ബാലുക്ക് ആങ്കോംസെ. ബാലുവിൻ്റെ കണ്ണുകളിൽ, അതായത് കരടിയുടെ കണ്ണിൽ ഓറഞ്ച് നീര് തെറിപ്പിക്കുന്നു. ബാലു സന്തരേക്കോ ഉടാത്താ ഹെ. ബാലു കരടി ഓറഞ്ച് എടുക്കുന്നു. അപ്പം ഇനി ഓരോ ചിത്രവും നോക്കിയിട്ട് അനുയോജ്യമായ സെൻറ്റൻസുകൾ എഴുതണം. ഫസ്റ്റ് പിക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തായിരിക്കും, യെസ് ബാലു ആത്താ ഹെ എന്നുള്ളതാവും അല്ലേ. ഓക്കെ ദെൻ ബാലു നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, ഓറഞ്ച് എടുക്കുന്നത് ആ ചിത്രമാണല്ലേ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ബാലു സന്തരേക്കോ ഉടാത്താ ഹെ. ദെൻ 2 ഇതാണല്ലേ വരിക, 2. അങ്ങനെ നമുക്ക് എന്ത് എഴുതാം, ഓരോന്നായിട്ട് ഇവിടെ എഴുതി കൊടുക്കാം. 1 ഇത്, ദെൻ 2 ഇത്, ദെൻ മൂന്നാമത് ഏതാ വരിക, ബാലുക്ക് ആങ്കോമേം സന്തരേക്ക് രസ് ചലാ ജാത്താ ഹെ. 3. ദെൻ നാലാമത്തത് ബാലു സന്തരേക്കോ ഫേങ്ക് ദേത്താ ഹെ. ബാലു സന്തരേക്കോ ഫേങ്ക് ദേത്താ ഹെ. ദെൻ ദോനോ സന്തരെ ഗോപ് ഹംസ്തേ ഹെ. അപ്പോൾ ഈ ഒരു ക്രമത്തിലാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ബൈ.